നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ വിജിനിയർ സൈഫറിന്റെ ക്രിപ്റ്റനാലിസിസിൽ കീവേഡിന്റെ ലെങ്ത് ഡിറ്റർമിൻ ചെയ്യുവാനുള്ള 2 മെത്തേഡുകൾ പഠിച്ചു. പ്രാക്ടിക്കലി ആ മെത്തേഡുകൾ യൂസ് ചെയ്ത് കീവേഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും അതിനുശേഷം കീ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. വിജിനിയർ സൈഫറിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്ത ഒരു സൈഫർ ടെക്സ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എൻക്രിപ്ഷന് യൂസ് ചെയ്തിരിക്കുന്ന കീവേഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആദ്യം കസിസ്കി ടെസ്റ്റ് യൂസ് ചെയ്യാം. ഈ മെത്തേഡ് യൂസ് ചെയ്ത കീവേഡിന്റെ ലെങ്ത് ഗസ് ചെയ്യുന്നു. ദെൻ ഇൻഡെക്സ് ഓഫ് കോയിൻസിഡൻസ് യൂസ് ചെയ്ത് നമ്മൾ ഗസ് ചെയ്തത് തന്നെയാണ് കീവേഡിന്റെ ലെങ്ത് എന്ന് കൺഫേം ചെയ്യുന്നു. സൈഫർ ടെക്സ്റ്റിൽ അറ്റ്ലീസ്റ്റ് 3 ലെങ്ത് ഉള്ള ഐഡന്റിക്കൽ സെഗ്മെന്റ്സ് സെർച്ച് ചെയ്യുന്നു. ഈ സൈഫർ ടെക്സ്റ്റിൽ CHR എന്ന സ്ട്രിങ് 5 ടൈംസ് ഒക്കർ ചെയ്യുന്നുണ്ട്. ഈ 5 ഐഡന്റിക്കൽ സെഗ്മെന്റ്സുകളുടെ സൈഫർ ടെക്സ്റ്റിലെ പൊസിഷൻസ് 1, 166, 236, 276 ആൻഡ് 286 ആണ്. അതിലെ ബിഗിനിങ് ലെറ്റർ ആയ സിയുടെ പൊസിഷൻ നോക്കിയിട്ടാണ് ഇത് പറഞ്ഞത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു CHR കാണാം. അതുപോലെ 4 പ്ലേസസിൽ കൂടി CHR ഉണ്ട്. ആ പൊസിഷൻസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് ഒക്കറൻസിൽ നിന്നും ബാക്കി 4 ഒക്കറൻസുകളിലേക്കുള്ള ഡിസ്റ്റൻസസ് റെസ്പെക്റ്റീവ്ലി 165, 235, 275 ആൻഡ് 285 ആണ്. ഈ 4 ഇൻറ്റിജേഴ്സിന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 5. സോ 5 ആണ് കീവേഡിന്റെ ലെങ്ത് എന്ന് നമ്മൾ ഗസ് ചെയ്യുന്നു. ഇവിടെ സൈഫർ ടെക്സ്റ്റിലെ ആകെ ഒരു ഐഡന്റിക്കൽ സെഗ്മെന്റിന്റെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ. CHRന്റെ വേറെയും ഐഡന്റിക്കൽ സെഗ്മെന്റ്സ് ഇതിലുണ്ട്. എന്നാലും CHR 5 ടൈംസ് ഉള്ളതുകൊണ്ട് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രം യൂസ് ചെയ്തിട്ടായാലും കീവേഡിന്റെ ലെങ്ത് ഗസ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ കീവേഡിന്റെ ലെങ്ത് 5 ആണെന്ന് ഗസ് ചെയ്യുന്നു. ദെൻ ഈ ഗസ്സിന്റെ വാലിഡിറ്റി നമുക്ക് ഇൻഡെക്സ് ഓഫ് കോയിൻസിഡൻസ് യൂസ് ചെയ്ത് കൺഫേം ചെയ്യാം. ആദ്യം m=1 കറസ്പോണ്ടിങ് ആയ സബ്സ്ട്രിങ്ങുകളുടെ ഇൻഡെക്സ് ഓഫ് കോയിൻസിഡൻസ് കണ്ടുപിടിക്കാം. ആ കേസിൽ ആകെ ഒരു സബ്സ്ട്രിങ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, ഗിവൺ സൈഫർ ടെക്സ്റ്റ് തന്നെ. അതിന്റെ ഇൻഡെക്സ് ഓഫ് കോയിൻസിഡൻസ് കണ്ടുപിടിക്കുവാൻ സൈഫർ ടെക്സ്റ്റിലെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെ ഫ്രീക്വൻസീസ് F0, F1, എക്സെട്ര F25 ഇതുപോലെ റെസ്പെക്റ്റീവ്ലി കണ്ടുപിടിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് n-ഉം. ദെൻ IC ഓഫ് വെക്ടർ y1 ഈക്വൽ ടു സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 0 to 25 F5 into F5 minus 1 ഡിവൈഡഡ് ബൈ n into n minus 1. ഈ ഫോർമുല യൂസ് ചെയ്ത് ഇൻഡെക്സ് ഓഫ് കോയിൻസിഡൻസ് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ IC ഓഫ് വെക്ടർ y1 ഈക്വൽ ടു 0.045 എന്ന് കിട്ടും. അത് 0.065ന്റെ അടുത്തുള്ളൊരു വാല്യൂ അല്ല. ഇനി m=2 ട്രൈ ചെയ്യുന്നു. സൈഫർ ടെക്സ്റ്റിനെ വെക്ടർ y1, വെക്ടർ y2 ഇതുപോലെ 2 സബ്സ്ട്രിങ്ങുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ വെക്ടർ y1 ഈക്വൽ ടു y1, y3, y5 എക്സെട്ര. സെക്കൻഡ് വൺ വെക്ടർ y2 ഈക്വൽ ടു y2, y4, y6 എക്സെട്ര. ഈ സൈഫർ ടെക്സ്റ്റിൽ y1 ഈക്വൽ ടു C, y2 ഈക്വൽ ടു H, y3 ഈക്വൽ ടു R, y4 ഈക്വൽ ടു E, y5 ഈക്വൽ ടു E, y6 ഈക്വൽ ടു V ആൻഡ് സോ ഓൺ. ദെൻ IC ഓഫ് വെക്ടർ y1 കണ്ടുപിടിക്കുവാൻ വെക്ടർ y1ലെ ഓരോ ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെയും ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക. അവയെ F0, F1, എക്സെട്ര F25 എന്ന് റെസ്പെക്റ്റീവ്ലി ഡിനോട്ട് ചെയ്യുന്നു. ദെൻ IC ഓഫ് വെക്ടർ y1 ഈക്വൽ ടു സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 0 to 25 F5 into F5 minus 1 ഡിവൈഡഡ് ബൈ n dash into n dash minus 1. ഈ ഫോർമുല യൂസ് ചെയ്ത് IC ഓഫ് വെക്ടർ y1 കണ്ടുപിടിക്കാം. where n dash is the number of elements in vector y dash. ഇതുപോലെ തന്നെ IC ഓഫ് വെക്ടർ y2 കണ്ടുപിടിക്കുന്നു. കാൽക്കുലേഷൻസ് ഇവിടെ കാണിക്കുന്നില്ല, അത് ടൈം കൺസ്യൂമിംഗ് ആണ്. മുകളിൽ പറഞ്ഞതുപോലെ പ്രൊസീഡ് ചെയ്താൽ IC ഓഫ് വെക്ടർ y1 ഈക്വൽ ടു 0.046 എന്നും IC ഓഫ് വെക്ടർ y2 ഈക്വൽ ടു 0.041 എന്നും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് രണ്ടും 0.065നോട് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ല. ദെൻ m=3 ട്രൈ ചെയ്യുന്നു.
സൈഫർ ടെക്സ്റ്റിനെ വെക്ടർ y1 ഈക്വൽ ടു y1 y4 y7 എക്സെട്ര, വെക്ടർ y2 ഈക്വൽ ടു y2 y5 y8 എക്സെട്ര, വെക്ടർ y3 ഈക്വൽ ടു y3 y6 y9 എക്സെട്ര ഇതുപോലെ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊസീഡ് ചെയ്താൽ IC ഓഫ് വെക്ടർ y1 ഈക്വൽ ടു 0.043, IC ഓഫ് വെക്ടർ y2 ഈക്വൽ ടു 0.050 ആൻഡ് IC ഓഫ് വെക്ടർ y3 ഈക്വൽ ടു 0.047 എന്ന് കിട്ടും. ഇവയും 0.065നോട് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ല. ദെൻ m ഈക്വൽ ടു 4ന് കറസ്പോണ്ടിങ് ആയിട്ട് IC ഓഫ് വെക്ടർ y1 ഈക്വൽ ടു 0.042, IC ഓഫ് വെക്ടർ y2 ഈക്വൽ ടു 0.039, IC ഓഫ് വെക്ടർ y3 ഈക്വൽ ടു 0.045 ആൻഡ് IC ഓഫ് വെക്ടർ y4 ഈക്വൽ ടു 0.040 എന്ന് കിട്ടും. ഈ വാല്യൂസും 0.065നോട് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ല. ഫൈനലി m ഈക്വൽ ടു 5ന് കറസ്പോണ്ടിങ് ആയിട്ട് IC ഓഫ് വെക്ടർ y1 ഈക്വൽ ടു 0.063, IC ഓഫ് വെക്ടർ y2 ഈക്വൽ ടു 0.068, IC ഓഫ് വെക്ടർ y3 ഈക്വൽ ടു 0.069, IC ഓഫ് വെക്ടർ y4 ഈക്വൽ ടു 0.061 ആൻഡ് IC ഓഫ് വെക്ടർ y5 ഈക്വൽ ടു 0.072 എന്ന് കിട്ടും. ഈ വാല്യൂസ് 0.065നോട് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. സോ ഇതിൽ നിന്നും കീവേഡിന്റെ ലെങ്ത് 5 തന്നെയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി കീവേഡിന്റെ ലെങ്ത് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കീ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കീവേഡിന്റെ ലെങ്ത് m ആണെന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് k ഈക്വൽ ടു ഓർഡേർഡ് m ടപ്പിൾ k1 k2 എക്സെട്ര km. ആദ്യം സൈഫർ ടെക്സ്റ്റിനെ വെക്ടർ y1 വെക്ടർ y2 എക്സെട്ര വെക്ടർ ym ഇതുപോലെ m സബ്സ്ട്രിങ്ങുകൾ ആക്കുന്നു. വേർ വെക്ടർ y1 ഈക്വൽ ടു y1 ym+1 y2m+1 എക്സെട്ര, വെക്ടർ y2 ഈക്വൽ ടു y2 ym+2 y2m+2 എക്സെട്ര എക്സെട്ര, വെക്ടർ ym ഈക്വൽ ടു ym y2m y3m എക്സെട്ര. For any I between 0 and m, A, B, C, etc. to Z വരെയുള്ള ലെറ്റേഴ്സിന്റെ സ്ട്രിംഗ് YIയിലെ ഫ്രീക്വൻസീസിനെ റെസ്പെക്റ്റീവ്ലി F0, F1, എക്സെട്ര F25 എന്ന് ഡിനോട്ട് ചെയ്യുക. അവയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവയ്ക്ക് ഡിഫറെന്റ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ I ഈക്വൽ ടു 2 ആകുമ്പോഴുള്ള F1ന്റെ വാല്യൂ ആയിരിക്കുകയില്ല I ഈക്വൽ ടു 3 ആയിരിക്കുമ്പോൾ. സ്ട്രിംഗ് YIയുടെ ലെങ്തിനെ n ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുക. വേർ n ഡാഷ് ഈക്വൽ ടു n/m. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിംഗിലെ 26 ലെറ്റേഴ്സിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ താഴെ പറയുന്നത് പോലെ ആയിരിക്കും. F0/n ഡാഷ്, F1/n ഡാഷ് എക്സെട്ര F25/n ഡാഷ്. ഇവിടെ സ്ട്രിംഗ് YI പ്ലെയിൻ ടെക്സ്റ്റിന്റെ ഒരു സബ്സ്ട്രിങ്ങിനെ ഒരു ഫിക്സഡ് കീ KI യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതെങ്ങനെയാണെന്ന് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഷിഫ്റ്റഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ FKI/n ഡാഷ്, F1 + KI/n ഡാഷ് എക്സെട്ര F25 + KI/n ഡാഷ്. നമ്മൾ ടേബിൾ 1.1ൽ പറഞ്ഞ ഐഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനോട് ക്ലോസ് ആയിരിക്കും ഈ വാല്യൂസ്. Now for all g between 0 and 25 നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി mg ഡിഫൈൻ ചെയ്യുന്നു. അതിങ്ങനെയാണ് mg ഈക്വൽ ടു സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 0 to 25 pi ഇൻറ്റു fi പ്ലസ് g ഡിവൈഡഡ് ബൈ n ഡാഷ്. ഫോർ എക്സാമ്പിൾ m2 ഈക്വൽ ടു സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 0 to 25 pi ഇൻറ്റു fi പ്ലസ് 2 ബൈ n ഡാഷ്. ഇതുപോലെ m0, m1, m2 എക്സെട്ര m25 വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. g ഈക്വൽ ടു KI ആണെങ്കിൽ mgയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.065 ആയിരിക്കും. g നോട്ട് ഈക്വൽ ടു KI ആണെങ്കിൽ mgയുടെ വാല്യൂ 0.065നോട് നിയറസ്റ്റ് ആയിരിക്കുകയില്ല. യൂഷ്വലി സ്മോളർ വാല്യൂസ് ആയിരിക്കും.
ഇത് യൂസ് ചെയ്ത് നമുക്ക് ഓരോ കെകളുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എക്സാമ്പിളിലൂടെ തന്നെ മനസ്സിലാക്കാം. അവിടെ നമ്മൾ m=5 എന്ന് കണ്ടുപിടിച്ചിരുന്നു. സോ സൈഫർ ടെക്സ്റ്റിനെ വെക്ടർ y1, വെക്ടർ y2, വെക്ടർ y3, വെക്ടർ y4, വെക്ടർ y5 ഇതുപോലെ 5 സബ്സ്ട്രിങ്ങുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. വേർ വെക്ടർ y1 y1, y6, y11 etc. വെക്ടർ y2 y2, y7, y12 etc. വെക്ടർ y3 y3, y8, y13 etc. വെക്ടർ y4 y4, y9, y14 etc. and vector y5 y5, y10, y15 etc. then 1 മുതൽ 5 വരെയുള്ള ഓരോ ഐയുടെ വാല്യൂസിനും വെക്ടർ yiലെ mgsന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് I = 1. then സ്ട്രിംഗ് y1ലെ 26 ലെറ്റേഴ്സിന്റെയും ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ച് അവയെ റെസ്പെക്റ്റീവ്ലി f0, f1 etc. f25 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് n'=n/m കണ്ടുപിടിക്കുന്നു. then for any g between 0 and 25 mgയുടെ വാല്യൂ mg summation over I = 0 to 25 pi into fi plus g divided by n dash ഈ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. m0 summation over I = 0 to 25 pi into fi plus 0 divided by n dash which is equal to summation over I = 0 to 25 pi into fi divided by n dash അത് 0.035 എന്ന് കിട്ടും. then m1 summation over I = 0 to 25 pi into fi plus 1 divided by n dash അതിന്റെ വാല്യൂ 0.031 എന്ന് കിട്ടും. then m2 summation over I = 0 to 25 pi into fi plus 2 divided by n dash ഈ വാല്യൂ 0.036 എന്ന് കിട്ടും. ഇതുപോലെ m0, m1, m2, m3 etc. m25 വരെ കണ്ടുപിടിക്കുന്നു. അതാണ് ഇവിടെയുള്ള ടേബിളിലെ ഫസ്റ്റ് റോയിൽ റെസ്പെക്റ്റീവ്ലി കൊടുത്തിരിക്കുന്നത്. അതിൽ 0.065നോട് നിയറസ്റ്റ് ആയിട്ടുള്ള mgയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അത്തരത്തിൽ ആകെ ഒരു വാല്യൂ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെ m9ന്റെ വാല്യൂ 0.061, അതാണ് 0.065നോട് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. സോ k1 = 9. ഇതുപോലെ I = 2 ആകുമ്പോൾ m0, m1 etc. to m25 വരെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ആ വാല്യൂസ് ആണ് സെക്കൻഡ് റോയിൽ തന്നിട്ടുള്ളത്. ഇതിൽ m0 = 0.069 ആണ് 0.065നോട് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. സോ k2 = 0. I = 3 ആകുമ്പോൾ m13ന്റെ വാല്യൂ 0.066, ഇതാണ് 0.065നോട് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. സോ k3 = 13. ഇതുപോലെ തന്നെ k4 = 4 എന്നും k5 = 19 എന്നും നമുക്ക് കിട്ടും. therefore k = odd 8 5 tuple 9 0 13 4 19 9 equivalent to j, 0 equivalent to a, 13 equivalent to n, 4 is equivalent to e and 19 is equivalent to t. So keyword Janet എന്നാണ്. then ഈ കീ യൂസ് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ള സൈഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്താൽ പ്ലെയിൻ ടെക്സ്റ്റ് ഇതുപോലെ കിട്ടും.